രാഹുലിലേക്ക് തന്നെ പോകാം. കെ വി രാഹുൽ ഉണ്ട് അഴകൊടി ക്ഷേത്രത്തിൽ നിന്ന്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഭക്തജന തിരക്ക് ഏറെ ഉണ്ടോ ഇന്ന്? മോത്തി, ഗുഡ് മോർണിംഗ്. വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട മാസത്തിലേക്കാണ് കടന്നിട്ടുള്ളത്. വ്രതശുദ്ധിയുടെ മാസമാണ്. രാമായണ പാരായണവുമായി ഒരു മാസം, അങ്ങനെ ഒരു വ്രതശുദ്ധിയുടെ നാളുകളിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ അഴകൊടി ദേവീക്ഷേത്രത്തിലാണ്. നല്ല മഴ കൂടി പെയ്യുന്ന സമയമാണ്. വലിയ തിരക്ക് എന്ന് പറയാനില്ല എങ്കിൽ തന്നെയും വിശ്വാസികൾ കുറേയധികം ആളുകൾ, പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ക്ഷേത്രത്തിലേക്ക് രാവിലെ തന്നെ ഈ മഴയൊന്നും വകവെക്കാതെ കുളിച്ച് റെഡിയായി. ഭക്തിക്ക് എന്തായാലും ആ ഒരു മുടക്കം നൽകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പോൾ അമ്മമാരൊക്കെ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട്. തൊഴുത് അതിന് ശേഷം ഒരു അമ്മ നമ്മോടൊപ്പം ചേരുക. രാമായണ മാസ ആരംഭമാണല്ലോ, രാവിലെ തന്നെ വരാൻ. ഈ ഒരു മാസത്തെ പ്രത്യേക രീതികളൊക്കെ എങ്ങനെയാ? പ്രാർത്ഥനയും ഈ മഴയത്തും ഇങ്ങനെ വന്നത് നടക്കാനൊന്നും വയ്യ, എന്നാലും വന്ന് നമ്മളെ അമ്മ കണ്ടു തൊഴിപ്പിച്ചു. വീട്ടിൽ രാമായണ വായനയൊക്കെ ഉണ്ടോ? ഇല്ല, വീട്ടിൽ രാമായണം വായനയൊന്നുമില്ല. കിടക്കുന്ന ഞങ്ങൾ രാമായണം എല്ലാം നല്ല വൃത്തിയാക്കി പൂജാമുറിയിൽ വെച്ചു. എങ്ങനെ ഈ ഒരു മാസത്തിന്റെ തുടക്കം എങ്ങനെയാ? തുടക്കം രാവിലെ കുളിച്ച് കേൾക്കുന്നില്ല പറയുന്നേ. രാവിലെ കുളിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് പിന്നെ അങ്ങനെ കാണും തൊഴുക എന്നതാണ് പ്രധാനം അല്ലേ? ചേച്ചി, എങ്ങനെയാണ് ഈ രാമായണ മാസാരംഭത്തിന്റെ തുടക്കമാണ്? വീട്ടിലെയും രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് വന്നല്ലോ. ഈ ഒരു മാസം എങ്ങനെയാ? ഈ മാസം പണ്ടൊക്കെ വറുതിയുടെ മാസാന്ന് പറയുന്നത്, ഇപ്പൊ വറുതിയൊന്നും ഇല്ലായിരിക്കും. പഞ്ഞമാസം. പഞ്ഞമാസമാണ്. ഇപ്പോൾ വറുതിയൊന്നുമില്ല, എല്ലാവരും ജോലിക്കാരായി. പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ കർഷകരേനി കൂടുതൽ, നാട്ടിൻപുറങ്ങളിലൊക്കെ. അപ്പോൾ കർഷകർക്ക് പണി ഉണ്ടാവില്ല. അപ്പോൾ വറുതീൻ്റെ ഇതാണ്. ഇപ്പം മഴക്കാലമായാലും എല്ലാവരും നല്ലതിൽ ജീവിക്കുന്ന, കർക്കിടത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പോലും കണ്ണുറക്കാത്ത മാസം എന്നല്ലേ പറയാ അല്ലേ? മുമ്പൊക്കെ പണ്ടൊക്കെ അങ്ങനെയാണ് പറയാ. ഉപ്പെടുത്ത വീട്ടിൽ നിന്ന് വാങ്ങാൻ പാടില്ല, സാധനങ്ങൾ വാങ്ങാൻ പാടില്ല, അങ്ങനെയൊക്കെ ഇടേനി. കൂടുതൽ ഉപ്പ് നമ്മൾ വാങ്ങി വെക്കും. ഇപ്പോൾ പിന്നെ എല്ലാവരും വീട്ടിൽ നിന്ന് തന്നെ, ഇപ്പോൾ ഫോണിൽ ഇതാക്കിയാൽ വീട്ടിൽ തന്നെ കിട്ടുമല്ലോ, എത്തുമല്ലോ. അതുകൊണ്ട് ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പോകുന്നു. രാമായണ പാരായണം ഉണ്ടോ? വീട്ടിൽ രാമായണം വായിക്കാറുണ്ട്. ചേച്ചി വായിക്കും, ഭർത്താവിൻ്റെ പെങ്ങൾ വായിക്കും. ഈ ഒരു മാസക്കാലം ഫുള്ള് ഭക്തി, വ്രതം, ശുദ്ധിയൊക്കെ ആയിട്ട് പോലെ. ഇറച്ചി മീനൊക്കെ ഒഴിവാക്കും. ഭക്തിൻ്റെ അതല്ല, അമ്പലത്തിൽ വരും, രാമായണം കേൾക്കും. എന്നാ ശരി. രാഹുലെ, അങ്ങനെ അഴകൊടി ക്ഷേത്രത്തിൽ എല്ലാവരും ഭക്തി സാന്ദ്രമായി തന്നെ രാവിലെ ക്ഷേത്ര ദർശനത്തിന് എത്തിയിരിക്കുന്ന കാഴ്ചയാണ്. ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് രാഹുലും എന്ന് വിചാരിക്കുന്നു.